നമ്മൾ ടാറ്റ പോവാൻ പോവാ. ജോപ്പേ നമ്മളെങ്ങോട്ടാ പോണേടാ? അവനെങ്ങോട്ടോ പോവാ. നമ്മളെങ്ങോട്ടാ പോണേ? ട്രെയിൻ കാണാൻ പോണേ. ഓക്കെ നമ്മളെങ്ങോട്ടാ പോണേ? എനിക്കറിയില്ല. എവിടേക്കാ അറിയില്ല. നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. നമ്മൾ എവിടേക്കെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എവിടേക്കാ എന്ന് പോലും ചോദിക്കാണ്ട് നമ്മുടെ കൂടെ കയറി പോരണ കുറച്ച് ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് പോണത് സസ്കേച്ചുവനിലെ ഒഗേമ എന്നുള്ളൊരു സ്ഥലം കാണാനായിട്ടാണ്. വളരെ ചെറിയൊരു ടൗൺ. ഈ ടൗണിനെ പറ്റി ഞാൻ കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്, അവിടെ ഒരു വിൻറ്റേജ് ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിൽ 3 മണിക്കൂർ യാത്ര ചെയ്യുന്നതിന് വെറും $70. $70 എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ എത്ര വരും? 70 ഇൻറ്റു ഇപ്പോൾ എത്ര റേറ്റ് വരുന്നെങ്കിൽ 69 കുട്ടിയൊക്കെ. അങ്ങനെ ഈ ടൗൺ കാണാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് പോണേ. അടപടല മൂഞ്ചി. ട്രെയിൻ ഇനി അടുത്ത മാസമേ ഓടുള്ളൂ. ഇവിടെ ട്രെയിനിൽ കയറാനായിട്ട് വന്നതാ. ഒഗാമയുടെ യൂട്യൂബൊക്കെ നോക്കുമ്പോൾ കുറേ ട്രെയിനിൽ കയറുന്ന വീഡിയോസൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് വന്നപ്പോൾ ട്രെയിൻ ഇനി അടുത്ത മാസമേ ഓടുള്ളൂ ഗൈസ്. ടൗൺ പണ്ടത്തെ വൈബ്. ഇവിടെ ഒരു ടിം ഹോട്ടൽസോ മാക്ഡിയോ പോലും ഇല്ലാത്ത ഒരു ടൗണ്. പഴനിയിൽ മറ്റേ പോകുമ്പോൾ 101 കടതണ്ടി പോവാന്ന് പറഞ്ഞ പോലെ പോകണ്ടല്ലോ. ഗ്രോസറി സ്റ്റോർ എഴുതിയിട്ടുണ്ട്. പിന്നെന്താ 19 വയസ്സ്? ഓ ശരിയായിരിക്കും. അല്ല ID വേണം കൂട്ടാ. 19 വയസ്സ്. ഇത് എഡിബിൾസാ. ഗ്രീൻസ് ആൻഡ് എഡിബിൾസ്. കഞ്ചാവോടെ ആയിട്ടുള്ളൂ. ഇന്ത്യൻ. അവർ ഇന്ത്യന്ന് കൊണ്ടുവന്ന വണ്ടിയത്. അത് എഴുതിയേക്കണ്ടില്ല ഇന്ത്യൻ. കപ്പലിലായിരിക്കുള്ളൂ. ഇന്ത്യൻ എന്നുള്ളൊരു കമ്പനി ഉണ്ട് വണ്ടിയുടെ. ഏത് ഈ വണ്ടിയാ? എമ്മിലൊക്കെ എന്തിയെ? അഞ്ചര ഇവിടെ നീ ഒച്ച എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവട്ടാ. ഇത് ജോണിന്റെ ഒച്ചയല്ല, പീറ്ററിന്റെ ഒച്ചയല്ല. ആകെ 10 പേരേ ഉള്ളു ടൗണില്. ഇത് ഏതായി ഒച്ച? ട്രെയിൻ അടുത്ത മാസം ഉണ്ടാവുള്ളൂ, ജൂൺ തൊട്ടിട്ട്. നമുക്ക് ട്രെയിൻ കണ്ടിട്ട് വരാം. ഏതാലോ ഇവിടെ കൊറേ റൈഡേഴ്സ് വന്നിട്ടുണ്ട്. Where are you going? Assiniboia right now. How far is from here? We've come from Muska. We're going to go down through Assiniboia and back to Muska. Oh, really? കുറേ ബൈക്കേഴ്സ് ഉണ്ട്. അവർ മൂസിച്ച് വന്നു വന്നതാ. ഈ മഞ്ഞൊക്കെ മാറുന്ന ഒരു സീനായതുകൊണ്ട്, അല്ല മഞ്ഞ് മാറി, ട്രെയിൻ ഇതുവരെ ഇവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. നമ്മുടെ റെജൈനിൽ നിന്ന് വളരെ ബഡ്ജറ്റ് ലൈനിൽ ട്രെയിനിൽ കയറാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ഒഗേമ. ഒഗേമയിൽ ട്രെയിനിൽ കയറാനായിട്ട് $70 അവരുടെ സൈറ്റിൽ കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് 4-5 തീമുണ്ട്. തീമെന്ന് പറയുമ്പോൾ ഈ ട്രെയിനിൽ കയറി കഴിയുമ്പോൾ കള്ളന്മാർ കുതിരപ്പുറത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്ന പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ട്രെയിനിങ്ങിന് പോകുന്നു, കള്ളന്മാർ അതിൻ്റെ ഒപ്പം പോകുന്നു, അങ്ങനത്തെ സെറ്റപ്പ്. പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈ ട്രെയിനിൽ കയറിയിട്ട് അങ്ങനെ കുട്ടികൾക്ക് പറ്റിയ എന്തൊക്കെയോ സംഭവങ്ങൾ ആ ട്രെയിനിലുണ്ട്. അതുകൂടാണ്ട് ഇപ്പോൾ 2 അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അവർ നമുക്ക് ലിക്കറും സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ ഒഗേമ. വളരെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു ട്രെയിനിൽ കയറാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നത്. പക്ഷേ മൂഞ്ചി ഇവിടെ ഒരു ഇല്ല.
ഒഗേമയിലെ കടകൾ ഏതായാലും കാണിച്ചു തരാം. ഏതായാലും ഇവിടം വരെ വന്നല്ലേ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരണ്ടേ. ദേനാ ഒഗേമയിലെ ഒരു പലചരക്കടയാണ് ഈ ഒഗേമ കോപ്പ്. പിന്നെ അപ്പുറത്ത് ചെറിയൊരു ഹോട്ടലുണ്ട്. ഹോട്ടലല്ല, അതൊരു കഫേയാണ്. പിന്നെ ഒഗേമ ഫുഡ്സ്, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത്തിരി മുമ്പ് കയറി. പിന്നെ അങ്ങനെ ഇവിടെയുള്ളത് ന്യൂ ഡ്രോപ്പിൻ, ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അപ്പുറത്തൊരു ഫയർ ഹാളുണ്ട്. അത് ഇവിടുത്തെ ഫയറിൻ്റെ ഓഫീസായിരിക്കും. പിന്നെ നേരത്തെ കണ്ട പോലെ റോയൽ ബാങ്ക്. വണ്ടിയിൽ നിന്ന് ഫോൺ എടുക്കാൻ മറന്നുപോയി. എന്തെങ്കിലും അത്യാവശ്യത്തിന് ആരെങ്കിലും വിളിച്ചാലോ. ഇതാണ് ഇവിടുത്തെ ഫയർ ഹാള്. ചെറിയൊരു ഫയർ സ്റ്റേഷൻ. ഫയർ എഞ്ചിനൊന്നും കണ്ടില്ല കേട്ടോ, ഫയർ ഹാള് മാത്രമേ ഉള്ളൂ. പുറകിലൊരു ചെറിയൊരു പിക്കപ്പ് കിടപ്പുണ്ട്. ദേന ബഡ്സ് ബാർബിക്യൂ. ഇതൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. ഉള്ളിലൊന്നും ആരുമില്ല, ആരും ഇരുന്ന് കഴിക്കണ്ടിട്ടാ. ഗ്രീൻസ് എഡിബിൾസ്, കഞ്ചാവ് കടയാ. ഇത്രയൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. പിന്നെ വേറൊരു സംഭവം ഞാൻ പറഞ്ഞു കേട്ടതെന്ന് വെച്ചാൽ ഒഗേമയിൽ നല്ലൊരു പിസ്സ ഷോപ്പുണ്ട്. അതായത് ഇവിടെ ഇപ്പോഴും മറ്റേ കല്ലിൻ്റെ ഉള്ളിൽ എന്തോ തീയൊക്കെ ഇട്ടിട്ട് ചൂടണ ഒരു പിസ്സ, അത് കിട്ടും. കുഞ്ഞോലങ്ങൾ കൈ നീട്ടുമ്പോ തുറക്കാം. ഇത് ഏതാ പീസ്? ഇത് കോസോ ഇത് സൈൻ തീറ്റ, ഇത് സിസിലിയാന, ഇത് സിസിലിക്കുട്ടിയുടെ, ഇത് കോസിക്കുട്ടിയുടെ. ഓ കോസ, ഇത് സിസിലിക്ക. തുറക്ക്, കോസ തുറക്കെങ്കിൽ. ആ സ്റ്റെഫിക്ക് കോസയാണോ? രണ്ടും വേണം. കുഴപ്പമില്ലായിരുന്നു, ഓള് കഴിക്കും. ഇതിലാണ് ബേക്കൺ. പിസ്താച്ചിയോ. ഇതിനകത്ത് ഹാം. ഇത് രണ്ടും ഉണ്ടല്ലോ. അപ്പൊ ഇതെന്തോ വ്യത്യാസം? തക്കാളി ഉണ്ട്. ഇതിൽ പിസ്തയൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര നാച്ചുറൽ ലുക്ക് ആണല്ലോ. മെൽട്ടായ പോലെ അതിൽ കൂടുതൽ ചീസ് ഉണ്ടേ. തന്നെ വായിലോട്ടിരുന്നോ? ഞങ്ങൾക്ക് തന്നിട്ട് തിന്നു. നല്ല രുചി, നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനുണ്ട്? പതുക്കെ വരട്ടെ. ടേസ്റ്റ് ഉണ്ടാ? അത് നല്ല ചീസിയാണല്ലേ. പരോട്ടയുടെ മണ്ടയ്ക്ക് ചീസ്, ചപ്പാത്തിയുടെ അഞ്ജനല്ലേ പിസക്കാരത്തി. ഇത് പക്ഷെ ഭയങ്കര ലൈറ്റ് ആണേ. അത് കട്ടിയൊന്നുമില്ല. ഡോ ഒക്കെ ഭയങ്കര ചപ്പാത്തിയുടെ പോലെ തന്നെയാ. ചപ്പാത്തിയിലോട്ടെ നാനോ ആ ഒരു ഇതേ ഉള്ളൂ. ഇത് നമ്മൾ ഈ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ചപ്പാത്തിയുടെ ഇടയിൽ മുട്ട വറുത്തിട്ട് ചുട്ടി കഴിക്കൂലേ, ആ ഒരു ടേസ്റ്റ്. 2 ഏക്കർ മേടിച്ചാൽ നമുക്ക് ഇതിന് കുറച്ചുകൂടി സ്മോക്കി ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു ടൗൺ ആണെങ്കിലും വളരെ ഒരു നല്ല ഗ്രാമാന്തരീക്ഷം.